സ്വന്തമായിട്ടുള്ള ഒരു കാറ് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കാറ് മാനിഫെസ്റ്റ് ചെയ്ത് വാങ്ങിച്ചതെന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ കയ്യിൽ ഇന്നലെ കീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങളോട് നേരിട്ട് പറയാൻ വിചാരിച്ചു. ഒരു 6 മാസം മുന്നെയാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓട്ടോമാറ്റിക് കാറിൽ ഞാൻ കയറുന്നത്. അപ്പോഴാണ് എനിക്കൊരു ഓട്ടോമാറ്റിക് കാറ് കിട്ടിയാൽ കൊള്ളാമെന്നൊരാഗ്രഹം വന്നത്. ആ സമയം വരെ എൻ്റെ മൈൻഡിൽ അങ്ങനത്തെ ഒരു കാർ മേടിക്കുന്ന ഒരു സാഹചര്യം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. നമുക്കതിൻ്റെ ആവശ്യം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കണ്ടതിന് ശേഷം എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹം കയറി. അപ്പോഴാണ് എൻ്റെ മൈൻഡിൽ ഈ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരു തോന്നലുണ്ടായത്. അതിനുശേഷം ഞാൻ എങ്ങനെയാണ് കാറ് മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു വണ്ടി ഇപ്പം എൻ്റെ കയ്യിൽ കീ കിട്ടിയെന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത സ്വിച്ച് വേർഡ്സും അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതും നിങ്ങൾ കാണുക. അങ്ങനെയാണെങ്കിലേ മനസ്സിലാവുള്ളൂ. ഇതിനകത്ത് ടൈം നമുക്ക് കുറവാണല്ലോ, അപ്പം ഞാൻ പറയുന്നത് ചിലപ്പം നിങ്ങൾക്ക് എല്ലാം കൂടെ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഡ്രീം കാറ് മാനിഫെസ്റ്റ് ചെയ്യുന്നവർക്ക്, അത് നിങ്ങളുടെ ഡ്രീം കം ട്രൂ ആവാനായിട്ട് ഇത് ഈ വീഡിയോ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തത് നമ്മളുടെ ഒരു കാറ്, ഞാൻ എങ്ങനെ ഒരു കാറായിരിക്കും എനിക്ക് നല്ലതെന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞിന്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫാമിലിക്ക് ഏത് ടൈപ്പ് ഓഫ് കാറായിരിക്കും നല്ലത്, അതിന് എന്ത് കളറായിരിക്കും എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ പല കളറുകൾ എൻ്റെ മനസ്സിലാദ്യം മിന്നി മാഞ്ഞു പോയി. റെഡ്, ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ, അങ്ങനെ തന്നെ. അപ്പം അതിൽ ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്തപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാറ് തന്നെ ഞാൻ മനസ്സിൽ കണ്ടു. ആ കാറിൻ്റെ ഒരു പിക്ചർ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തു. ഞാൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ആ കാർ എടുത്തിട്ട് ആ കാറിൻ്റെ പിക്ചർ ഞാൻ ഫസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ പ്രസ്സിൽ ചെന്നിട്ട് അതിൻ്റെ ഒരു ചെറുതും വലുതുമായിട്ടുള്ള പിക്ചർ ഡൗൺലോഡ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ജെമിനിയിൽ ഞാൻ ആ വണ്ടി ഓടിക്കുന്നതായിട്ടുള്ള ഒരു പിക്ചറും നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ പിക്ചറും ഈ പറയുന്ന ഷോപ്പിൽ ചെന്നിട്ട് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തു. അതിനുശേഷം ഞാൻ കിടക്കുന്ന സ്ഥലത്ത് ഈ ഒരു 2 പിക്ചറും, 2 അല്ല 3 പിക്ചർ, ചെറുതും വലുതുമായിട്ടുള്ള പിക്ചേഴ്സ് ഞാൻ എടുത്തിട്ട് ഒട്ടിച്ചു വെച്ചു. അതായത് ഞാൻ എഴുന്നേറ്റ് വരുമ്പം നേരെ കാണുന്ന ആ ഒരു സ്ഥലത്ത്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് എനിക്ക് നോട്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഈ പിക്ചർ ഒട്ടിച്ചു വെച്ചു. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് ചെയ്തത് സ്വിച്ച് വേർഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണുക. നിങ്ങൾക്ക് യൂണിവേഴ്സൽ വിശ്വാസമാണെങ്കിൽ 1111 എന്ന് കമൻറ്റ് ചെയ്തോളൂ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം.